ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഞാനിത് കുറേ ദിവസം കൂടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ഒന്ന് ഇടുന്നത്. അപ്പോൾ ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ചാനലിൽ ഈ വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ തിരക്കും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനിത് ഇടാൻ ലേറ്റായി കേട്ടോ. റിയലി സോറി. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 3-4 പീസ് ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ള പീസും ഉണ്ട്. ഇതിൽ വെറും എന്താ പറയുക ബോൺലെസ് പീസസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത് ചിക്കൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള പീസസ് ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ് നമ്മുടെ ചിക്കൻ സൂപ്പിന്. ഇപ്പോൾ ചിക്കൻ സൂപ്പ് നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്നത് എല്ലിന് നല്ല ശക്തിയൊക്കെ കിട്ടാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ക്യാരറ്റും പിന്നെ ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഈ ഒരു ചിക്കനിലിട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് പിന്നെ ഇത് വേവാനുള്ള വെള്ളവും ചേർക്കണം. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം, കാരണം ഇതിൻ്റെ സ്റ്റോക്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലിയ പീസസ് ആക്കിയിട്ട് ഇതിലിട്ടിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇത് വേവിച്ചെടുക്കണം. ഇനി ഇത് വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ബാക്കി കുറച്ച് പണികളുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാം, പക്ഷേ ഞാനിത് ഇങ്ങനെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സൂപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസ്, പിന്നെ അതുപോലെ തന്നെ 2-3 ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, മല്ലിയില, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചിക്കൻ സൂപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് കോൺഫ്ലോർ വേണം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കോൺഫ്ലോർ എടുക്കുന്നത് നമ്മുടെ സൂപ്പിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഫുള്ള് വെള്ളം പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കോൺഫ്ലോർ എടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു എഗ്ഗ് എടുത്തിട്ട് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ചൈനീസ് സൂപ്പിലൊക്കെ കാണാറില്ല നിങ്ങൾ, എഗ്ഗിൻ്റെ പോർഷൻ കാണാറില്ല, അതിന് വേണ്ടിയാണ്. അത് ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ ഇതുപോലെ അരിച്ചെടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആവില്ലെന്ന് വിചാരിക്കില്ല. ഇതിൻ്റെ സത്തൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഉള്ള പീസസൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഇതിങ്ങനെ അരിച്ചെടുക്കും കേട്ടോ. ഇനി നമ്മളിതാ സൂപ്പ് റെഡിയാക്കാൻ പോവാണ്. ഞാനിതാ കുറച്ച് ബട്ടർ എടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. ഇനി ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചാലും മതി. ബട്ടർ ഒഴിച്ചതിന് ശേഷം അത് മെൽട്ടായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ ഒരു പച്ചമണം മാറുന്നത് വരെ സോട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കുക്കാവണമെന്നൊന്നുമില്ല, ജസ്റ്റ് കടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഒരു പച്ച ആയിട്ട് തന്നെ കടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞാനിത് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഞാനിൽ നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗില്ലേ, അത് കുറച്ചായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിളച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക, പാട പോലെ ഇങ്ങനെ കാണാം. നിങ്ങൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സൂപ്പിലൊക്കെ കാണാറില്ല, അതുപോലെ. ഇനി നമ്മൾ നേരത്തെ ആ ഒരു ചിക്കൻ പീസസിൽ അത് ഇങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നു, പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതാ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോൺഫ്ലവർ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾക്കിത് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മളിതാ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഇതിൻ്റെ കൂടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കടിക്കുമ്പോൾ. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് കേട്ടോ. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് സെർവ് ചെയ്യാണ്. പിന്നെ ഇത് നമുക്ക് ഡിന്നറിന് മുമ്പോ അല്ലെങ്കിൽ ലഞ്ചിന് മുമ്പോ ഒക്കെ കുടിക്കാം. ഇനി ഇത് മാത്രമായിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുക, ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും. ബൈ.